ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പോയത് ശാർക്കര ക്ഷേത്രത്തിലാണ്. അപ്പോൾ നമ്മൾ ചിറയൻകീഴുകാരുടെ ഒരു വികാരം എന്നൊക്കെ പറയാം ശാർക്കര കേട്ടോ. എല്ലാവരും ചെന്ന് തൊഴുവുന്ന, അല്ലെങ്കിൽ ദേവിയെ കാണാതെ ഒരു കാര്യത്തിൽ നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ ശാർക്കര വന്ന് തൊഴുത് പോകുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടുത്തെ ഉത്സവത്തിന് ശേഷമുള്ള, അതായത് അവിടുത്തെ ഭരണിക്ക് ശേഷമുള്ള ചെറിയ കച്ചവട പറമ്പാണ്, വലിയ പറമ്പാണ്. ലേലം വിളിച്ച് പറമ്പെടുത്തതിന് ശേഷം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന കടകളാണ് കേട്ടോ എല്ലാം. അപ്പം ഒരുപാട് കച്ചവടക്കാർ വന്ന് അവരുടെ കച്ചവടം ചെയ്യുന്ന സ്ഥലമാണ്. അത്യാവശ്യം റേറ്റ് ബാർഗെയിനിങ് ഒന്നും നടക്കില്ല, അവർ ഫിക്സ് റേറ്റാണ് എല്ലാത്തിനും, അതാത് റേറ്റുകളുണ്ട്. അപ്പോൾ പാർക്കിങ്ങിനെ കുറിച്ചൊന്നും ഒരു ടെൻഷനും വേണ്ട. അമ്പലപ്പറമ്പ് അതിനകത്ത് തന്നെ നല്ല സൗകര്യമുണ്ട് പാർക്കിങ്ങിനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് നമ്മൾ വരികയാണെങ്കിൽ വൈകുന്നേര സമയങ്ങളിലാകുമ്പോൾ നമുക്ക് വെയിലൊന്നും ഇല്ലാതെ അമ്പലത്തിൽ വന്ന് തൊഴുന്നവർക്ക് തൊഴുത ശേഷം ഈ പറമ്പൊക്കെ ഒന്ന് ചുറ്റിക്കാണാം കേട്ടോ. ഒരുപാട് സ്റ്റോളുകളുണ്ട്, ഒരുപാട്. അതായത് ഈ കൽക്കട്ട ബസാർ എന്ന് പറയുന്നിടത്ത് 100 രൂപയ്ക്കും 150 രൂപയ്ക്കും, അതായത് 100 രൂപയ്ക്ക് കുട്ടികളുടെ ചെരുപ്പും 150 രൂപയ്ക്ക് വലിയ ആൾക്കാരുടെ ചെരുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ടോയ്സ് ഉണ്ട്, ഫുഡ് ഐറ്റംസ് ആയാലും കുറച്ചധികം ഉണ്ട് കേട്ടോ. പിന്നെ ഈ സ്നാക്സ്, ചിപ്സ്, അങ്ങനത്തെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്തായാലും വന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങാതെ പോവില്ല ഒന്നും. ഇതെന്ന് പറഞ്ഞാൽ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്, അതുമാത്രമല്ല അതിൻ്റെ വിത്ത് അവിടെ നിന്ന് തന്നെ കിട്ടും. പിന്നെ പാനിപൂരി അതൊക്കെ കഴിക്കാനായിട്ടാണെങ്കിൽ 2-3 സ്പോട്ടുകളുണ്ട് കേട്ടോ. പിന്നെ വിത്ത് എന്ന് പറഞ്ഞാൽ തൈ ഐറ്റംസ് ഉണ്ട്, ചെടികളുണ്ട്, ഒരുപാട് ചെടികളുണ്ട് മേടിക്കാൻ. പിന്നെ നമ്മൾ ഈ അടുക്കള യൂസിനുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ 10 രൂപയ്ക്കുള്ള സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ 10 രൂപയ്ക്കില്ലേ, 10 രൂപയ്ക്കുള്ള സാധനങ്ങൾ മാത്രമുള്ള സ്റ്റോളുണ്ട്. ഇതുപോലത്തെ മസാല ഐറ്റംസ് ഉണ്ട്, സെപ്പറേറ്റ് വാങ്ങിക്കാൻ പറ്റും മസാല ഐറ്റംസ്. കുങ്കുമം, അതുപോലെ ജിമിക്കി കമ്മലിന് വേണ്ടി മാത്രം ഒരു സ്റ്റോളുണ്ട്. ബാഗ്, ടോയ്സ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. ഒരു പ്രാവശ്യമെങ്കിലും കാണാത്തവർ തീർച്ചയായിട്ടും വന്ന് കാണുക. ഇത് നമ്മുടെ ചിറയൻകീഴാണ് കേട്ടോ, കറക്റ്റ് ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രമാണ്. എല്ലാ വർഷവും അവിടുത്തെ ഉത്സവത്തിന് ശേഷം ഇതുപോലത്തെ സ്റ്റോളുകൾ അവിടെ എല്ലാ വർഷവും ഉള്ളതാണ്. പിന്നെ ശാർക്കര ക്ഷേത്രത്തിൽ വരാനായിട്ടാണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്, ബസ് സ്റ്റാൻഡ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ വേണമെങ്കിൽ ഓട്ടോയും തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എവിടെ നിന്ന് വരുന്നവർക്കും ഇവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട്. കറക്റ്റ് അമ്പലത്തിൻ്റെ പുറകു സൈഡിലാണ് ട്രെയിൻ വന്നിറങ്ങുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരുപാട് എന്താ പറയുക, വെറൈറ്റി ഐറ്റംസൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. അതായത് ഇനിയിപ്പോൾ സ്കൂൾ ഓപ്പൺ ആണല്ലോ, ഓപ്പണിംഗ് ടൈമിലേക്ക് ആവശ്യമുള്ള, കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പണ്ടത്തെ നമ്മളെ മിഠായികളൊക്കെ ഉണ്ട്, പുളിമിഠായിയൊക്കെ അല്ലേ, അതുപോലത്തെ പുളിമിഠായി, തേൻ മിഠായി, അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്രണ്ടിലത്തെ ബജി സ്റ്റോളിലാണ് കേട്ടോ എപ്പോഴും നല്ല തിരക്ക് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഐസ്ക്രീം സ്റ്റോളും ഉണ്ട്. പിന്നെ നല്ല എമൗണ്ടിനാണ് ഈ പറമ്പുകളെല്ലാം ലേലം പിടിക്കുന്നത്. അപ്പോൾ ഈ 2-2.5 മാസത്തോളം നിന്ന് വേണം അവർക്ക് ഇതിൻ്റെ എല്ലാം കച്ചവടം ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഫ്രണ്ട്, ഇത് നമ്മൾ അമ്പലത്തിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന ഫ്രണ്ട് ഗോപുരമാണ് അത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.